ശ്രീ തോമസ് ഐസക്, താങ്കൾ ഈ എക്സിറ്റ് പോളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയത് സ്വാഭാവികമായി വരുന്ന തെറ്റുകളും ഡെലിബറേറ്റായ തെറ്റുകളും സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. പൊതുവേ ഇന്ത്യ മുന്നണി എടുത്തിരിക്കുന്നൊരു നിലപാട് ഈ എക്സിറ്റ് പോളുകൾ ആസൂത്രിതമാണെന്നും ആ ആസൂത്രിതമായ എക്സിറ്റ് പോളിൻ്റെ മറവിൽ വ്യാപകമായി കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ ഒരു പക്ഷേ മാനിപ്പുലേഷൻ നടക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ്. താങ്കളത് കേരളത്തിൽ എങ്ങനെ ഭയക്കുന്നുണ്ടോ? ഞാൻ വലുതായിട്ട് ഇതിൻ്റെ പ്രത്യാഘാതമായ രീതി, ഉദാഹരണത്തിന് പത്തനംതിട്ട തന്നെ കഴിഞ്ഞ തവണ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇലക്ഷന് ഏതാനും ദിവസം മുമ്പ് ഒരു പ്രീ പോൾ സർവേ അനൗൺസ് ചെയ്യപ്പെടുകയാണ്. അതിന് നോക്കുമ്പോൾ BJP, കെ സുരേന്ദ്രൻ, UDFൻ്റെ തൊട്ടടുത്ത്, LDF വളരെ മൂന്നാം സ്ഥാനത്ത് പുറകിൽ. അതിൻ്റെ പ്രത്യാഘാതം എന്തായിരുന്നു? ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ ഒരു കാരണവശാലും കെ സുരേന്ദ്രൻ ഒന്ന് ജയിക്കാൻ പാടില്ല എന്നുള്ള വാശിയിൽ ബ്ലോക്കായിട്ട്, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടുള്ള പ്രദേശങ്ങളിൽ ബ്ലോക്കായിട്ട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്തു. അപ്പോൾ ഈ പ്രീ പോൾ സർവേസ് ഇത്തരത്തിൽ ആളുകളുടെ അഭിപ്രായങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അത് ബോധവും സൃഷ്ടിക്കുന്നതാണ്. ഈ സാമ്പിളിങ്ങിലുള്ള തെറ്റ് കൊണ്ട് വന്നിരുന്നതല്ല, ബോധപൂർവം ബയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഉള്ളതിലുണ്ടോ? ബട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിന് യുക്തി പറയണ്ടേ. കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കിനൊരു യുക്തി വേണ്ടേ? ആ യുക്തിയൊന്നും ഇതിൻ്റെ പിന്നിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ഓക്കെ, ശ്രീ തോമസ് ഐസക്, ഒരു ചോദ്യം ചോദിച്ച് നമുക്കത് അവസാനിപ്പിക്കാം. ഈ കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ 28.97% പിടിച്ചത്. അതായത് വീണ ജോർജുമായുള്ള വ്യത്യാസം കേവലം 4%. അതേസമയം ആൻ്റണിയും വീണ ജോർജും തമ്മിലുള്ള വ്യത്യാസമാവട്ടെ 5%. അതായത് ഒന്നുകിൽ താങ്കൾ ആൻ്റണിയുടെ പക്കലുണ്ടായിരുന്ന വോട്ടിൽ നിന്നും 3%-ലേറെ പിടിക്കണം, അതല്ലെങ്കിൽ കെ സുരേന്ദ്രൻ്റെ പക്കലുണ്ടായിരുന്നതിൽ ഏകദേശം ഒരു 6%-ഓളം വോട്ടുകൾ പിടിക്കണം, അഥവാ BJPയിൽ നിന്ന് പിടിക്കണം. ഇതിലേതായിരിക്കും കൂടുതൽ അവിടെ നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്? എന്തുകൊണ്ട് 2019 മാത്രം കാണുന്നു? അതിനുശേഷം തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഈ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിരുന്നു. എന്തായിരുന്നു സ്ഥിതി? ഈ ശതമാനം 16 കുറഞ്ഞു. 12. BJPയുടെ ഗ്രാഫ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ല. ഈ 28% വോട്ട് പിടിച്ച കെ സുരേന്ദ്രൻ നിയമസഭ വന്ന് മത്സരിച്ചപ്പോൾ നിയമസഭയുടെ ശരാശരി 7 മണ്ഡലത്തിലും കൂടി ചേർക്കുമ്പോഴത്തേനും 16% ചുരുങ്ങി. അതുകൊണ്ട് അരിന്ന് ഞാൻ പിടിക്കണം, നിശ്ചയമായിട്ടും വോട്ട് കൂടുതൽ പിടിച്ചേ തീരൂ. അപ്പം ഞാൻ പറയാം, BJPയിലേക്ക് 2019 ശബരിമലയുടെ മറ്റും പ്രശ്നങ്ങൾ കൊണ്ട് പോയ ഇടതുപക്ഷത്തിന് നല്ല പങ്ക് വോട്ടുകൾ 2021 ഇടതുപക്ഷത്തേക്ക് തന്നെ തിരിച്ചു വന്നു. ഇതിപ്പോൾ തിരിച്ചു വീണ്ടും BJPയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യവും ഇല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ BJPയുടെ വോട്ട് കൂടുകയാണെങ്കിലേ അത് UDF നിന്ന് വന്നിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ തോമസ് ഐസക്, ശ്രീ ഡോക്ടർ TM തോമസ് ഐസക്, അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറുന്നതിന്റെ ഒരു സാഹചര്യം നമുക്ക് പത്തനംതിട്ടയിലും കാണാൻ കഴിയില്ലേ നാളെ? നമുക്ക് നോക്കാം. നിശ്ചയമായിട്ട് ഈ പറയുന്ന രീതിയിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതൊരു വളരെ ഗൗരവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവണതയാണ്. അതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല. പറട്ടെ, ഞാൻ പറയുന്നത് അതില്ല ഉണ്ടാവാൻ പോണത് 2019 അപേക്ഷിച്ച് BJPയുടെ വോട്ടിങ് കേരളത്തിൽ താഴാനാ പോണത്. ഞാൻ മറിച്ചും പറയുന്നത് നമുക്ക് നാളെ നോക്കാം. ഡോക്ടർ TM തോമസ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ TM തോമസ് ഐസക്. ഞങ്ങളുടെ വിലയിരുത്തലിൽ എനിക്കൊന്നു 5:1 എന്ന നിലയിൽ പത്തനംതിട്ടയിൽ നിന്ന് ജയിക്കേണ്ട സ്ഥാനാർത്ഥി ശ്രീ TM തോമസ് ഐസക് ആണെന്നാണ് വിലയിരുത്തിയതെങ്കിലും ഡെഫിനറ്റ്ലി അവിടെ ചില ഈ സഭാ വോട്ടുകളുടെയൊക്കെ ഏറ്റക്കുറച്ചിലുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്കുകളുടെയൊക്കെ വ്യത്യാസത്തിൽ ആൻ്റണിക്കും തുല്യമായ നില പറയുന്നുണ്ട്. മത്സരം കടുത്തതാണെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ കൂടി. അപ്പോൾ സുഖമായി ഉറങ്ങുക. അപ്പോൾ എനിക്കൊന്നു ആ ടെൻഷൻ കാര്യമായിട്ടില്ലെന്ന് തോന്നുന്നു, അല്ലേ?
ഇല്ല, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് പുറത്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ശ്രീ ടി എം തോമസ് ഐസക്. നമുക്കൊപ്പം ചേർന്ന് ഓൾ ദ ബെസ്റ്റ്, എല്ലാ ആശംസകളും. അതെ.